നമ്മൾ സ്ട്രീമിൽ പറയണതും ഹ്യൂമിലിയേഷൻ ചെയ്യണത് പോലെ അവർക്ക് തോന്നുന്ന രീതിയിലാണ് പറയണതെന്ന് അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ തിരിച്ച് നമ്മുടെ തന്തയുടെ പേര് പറയാം, തള്ളയുടെ പേര് പറയാം, എല്ലാം പറയാം. സിയോൺ നമ്മളായിട്ട് ചൂസ് ചെയ്തതാ. മീറ്റിംഗ് റൂം എന്റെ അളിയാ Time to leave, guys. Time to leave from Sion. ഇതെന്തൊരു ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ ഇനി പറ്റത്തില്ല. നമ്മളിപ്പോ ആരാണല്ലോ ഇവിടെ ഗ്യാങ് ആവാൻ വേണ്ടിട്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടോ. നമ്മൾ ഓരോരുത്തരും ഈ ഗ്രൈൻഡ് ചെയ്യുകയും അത് ഇത് എല്ലാം ചെയ്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് അച്ചീവ് ചെയ്തെടുത്തത്. നമ്മളൊക്കെ ഒറ്റയ്ക്ക് വഴിവെട്ടി തന്നെയാണ് ഇവിടെ കയറിയത്. അതായത് ഒരു കൺസിഡറേഷൻ പോലും സിയോണിക്സിന്റെ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരാളുടെ അടുത്തൊന്നും ചോദിക്കാതെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്ത് ഓരോരുത്തരെയും കണ്ട് നമ്മളിവിടെ കയറിയത്. നമ്മളെ ആദ്യം ഹെൽപ്പിന്റെ ഗ്യാങ്ങിന്റെ പേര് PMA ആണോ? അത് ഞങ്ങളിവിടെ സിറ്റിയിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഒന്ന് പറഞ്ഞു തരാൻ ഒരു മനസ്സെങ്കിലും കാണിച്ചത് ഒന്നാമത്തെ കാരണമാണ്. കാണണോടാ കാലെ ഇവിടെ സിറ്റി വന്നിട്ട് ഹഗ് ചെയ്തൊന്നും ഇല്ല. എനിക്ക് പാസ്വേഡ് വേണ്ടിയാണ് എന്റെ ഹഗ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ജേണി ഇവിടെ സിയോൺ സിറ്റിയിലെ ജേണി ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. ഇവിടുന്ന് ലീവ് ആവേണ്ട സമയമായി. അപ്പൊ ബൈ ബൈ ഗൈസ്. ജീവിച്ചിരിക്കുമ്പോ ആരും മൈൻഡ് ചെയ്യില്ല, മരിക്കുന്ന അറിയുമ്പോ എല്ലാരും സിറ്റിയിൽ നിന്ന് പോവായിരുന്നു. നിങ്ങൾ അടിയും വഴക്കൊക്കെ ആയിട്ടുണ്ടെന്ന് അറിയാം. പേഴ്സണലി എടുക്കണ്ട, നിങ്ങൾ ബാക്കിയുള്ള ഇടത്തോടെ ഒന്ന് സംസാരിച്ചേരെ. ഏതിപ്പോ ഒരു ചൂട അടിച്ചൊക്കെ ഒരു മഴ ഏതൊരു സ്റ്റെപ്പില് കാലം എന്നെ തലയടിച്ചൊക്കെയാണല്ലേ. ജോസഫിന്റെ വീട്ടില് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കുറച്ച് ചോറായി പോയി. എന്താണേലും ഗ്യാങ്ങിന്റെ ഒന്നും പറഞ്ഞില്ലേ അവര്? അറിയാം. അപ്പൊ നിങ്ങളുടെ പ്ലാൻ എന്താണ് ഇപ്പം? സുഖമാണ്, സുഖം. കൊറേ കണ്ടിട്ടൊക്കെ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഓ അപ്പൊ നിങ്ങളെ കൊറേ കോണ്ടാക്ട് കഴിക്കളഞ്ഞായിരുന്നല്ലോ കണ്ണാപ്പി. പിന്നെ മനസ്സിലാ ഇടയ്ക്ക് ഫുള്ള് മുണ്ടെടുത്തോണ്ടായിരുന്നു നടക്കണേ. എനിക്കിപ്പോ ഇഷ്ടമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ സേതു. മറ്റേ അതൊന്ന് കേട്ടോണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം. നമ്മളെ എന്നെ ഒന്ന് മറ്റേ ഡ്രസ് ഷോപ്പിൽ പിടിച്ചോണ്ട് പോയി വിസിൽ അടിച്ചിട്ട് വന്നിട്ട് അതൊന്നും അടിക്കാം വിസില്. നിങ്ങളുടെ പ്ലാൻ എന്താ? അടുത്ത പ്ലാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പയ്യൻ തീരുമാനിക്കാന്ന് വിചാരിച്ച് പ്രോപ്പർ സെർവർ നമ്മള് സെറ്റ് ആവണം. വരണം കേട്ടാ. ഇടയ്ക്കങ്ങോട്ട് ഇറങ്ങാം. പോയിട്ട് വരാം കേട്ടാ. നിങ്ങൾ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ, സത്യം പറയാലോ. താങ്ക് യു ഗൈസ്. സിയോണില് വളരെ ചുരുക്കം RPA ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അതില് വൺ ഓഫ് ദ ഞങ്ങൾ ഓർത്തിരിക്കണ ഒരു സാധനം നിങ്ങളുടെ ഞാനും കണ്ണാപ്പിയോടെ നിങ്ങളുടെ ഗ്യാങ് ഹൗസ് വിസിറ്റിന് വന്നതാണ്. ഇതാര് ബുദ്ധനാണോ ഇരിക്കുന്നത്? മരം പറിച്ച് പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട് ഈ കുറുക്കാൻ? താങ്ക്സ് ഉണ്ട് ഞങ്ങളെ വന്ന് ചിരിപ്പിച്ചതിനും എല്ലാത്തിനും ഭയങ്കര നന്ദിയുണ്ട്. ഇവർ രണ്ടുപേരുമായിട്ട് നമ്മള് വാറെടുത്തിട്ടില്ല. കൊറേ കോള് വരുന്നല്ലോ. പേര് എക്സി എന്ന് പറയും. എക്സിയാ? ഇപ്പൊ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അതെ. ആരാ ബ്രോ DH എന്നാണ്. എന്റെ പേര് മാക്സ്.
ഞാൻ MC ലൂസിഫർ. ബ്രോ അപ്പൊ നിങ്ങളിങ്ങനെ പോവാന്ന് പറഞ്ഞ് ശരിക്കും നിങ്ങൾ ആയിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പോവാന്ന് പറഞ്ഞപ്പോ ഒരു നല്ല വിഷമമുണ്ട് ബ്രോ നിങ്ങൾ പോകുന്നത്. നല്ല വിഷമം സീരിയസ് ആയിട്ട് പറയാം ബ്രോ, നല്ല വിഷമം. ഇതായിട്ടുണ്ടെങ്കിൽ ബ്രോ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സോറി ബ്രോ MOBയുടെ സൈഡിൽ നിന്ന് ഒരു ഓൾ ദി ബെസ്റ്റ്. നമ്മളായിട്ട് വലിയ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ സേതുവിനെ മാത്രം കണ്ടിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചതാണ്. നടക്കാതെ പോയൊരു പ്രണയം നമ്മുടെ ഇടയ്ക്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. സോ സോറി ദേവക്കുട്ടി, എൻ്റെ ഒരു സിറ്റുവേഷൻ അതായിരുന്നു, അറിയാലോ. കണ്ട് സംസാരിച്ചതൊക്കെയാണ്. അപ്പോൾ മിസ് യു ദേവക്കുട്ടി. എനിക്കൊരു ഫോട്ടോ എടുത്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാം ഓടി. പണ്ണി 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 എന്ന് 3 പ്രാവശ്യം പറയും. പണ്ണി പണ്ണി പണ്ണി. ഹലോ കാതൽ. வேலையெல்லாம் கொடுப்பேன்னு சொன்ன போய் சொன்னீங்க. ஐயோ, அந்த ஃபேக்டரியில ஏதாவது வேலை இருந்தா? எனக்கு போലും இந்த சிட்டியில் வேலை இல்லாയിരുന്നു. പിന്നെ ஷட்டி மட்டும்தான் இருந்தாலும் நீங்க வாஸ் பண்ண இல்லையா, அதனால அந்த கெத்து இருக்கும்னு சொன்னேன். നമ്മളെ അടുത്ത് മാത്രം ബായ് പറഞ്ഞില്ല. നിങ്ങള് പോകണമെന്ന് പറഞ്ഞപ്പോ നമ്മ കേറി ഒരു ബായ് പറയണ്ട നമുക്ക്. നമ്മളിവിടെ വന്ന സമയത്ത് ഒരു ഇടയിലൊക്കെ തട്ടിക്കൊണ്ടൊക്കെ പോയി ആർട്ട് ചെയ്തായിരുന്നു. മനസ്സിലായി. പെട്ടെന്ന് വന്നൊരു ഫീലായി പോയി. ഈ നേരെ ഫ്രണ്ടിൽ കാണുന്ന അത് കണ്ടോ ബ്രോ, ഈ തക്കുടുവാന്ന് എഴുതിയേക്കുന്ന ഈ കോമ്പൗണ്ട്, ഇവിടെ ഒരുത്തന്റെ ഔദാര്യം ഇല്ലാതെ ഇത് ഞങ്ങൾ ബിൽഡ് ചെയ്തതാ. എനിക്ക് ഈ സിറ്റിയില് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നത് അതാണ്. ഈ സിറ്റിയിൽ ഇന്നൊരു ഒരു പ്രൗഡ് മൊമെന്റ് തോന്നിയത് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇപ്പൊ ഇറങ്ങാൻ നേരം വന്ന് സംസാരിച്ച നിങ്ങളെ പോലെ ഓരോരുത്തരും. ഉണ്ടോ പണ്ട് ടുബോർഗിന്റെ ക്യാരക്ടർ കണ്ടെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പിടി പിടി എന്താ വേണം? എടാ നീ എല്ലായിടത്തും പറയണം. ഇനിയിപ്പോ ഇറങ്ങുവോ സർബത്ത് സെമീർ. ഓ ഓർമ്മയുണ്ടോ? കാണാം. അവസാനം പിള്ളേരൊക്കെ വന്നപ്പോഴത്തേക്ക് എന്റെ കണ്ണങ്ങ് നിറഞ്ഞ. ഹാർട്ടൊക്കെ ടച്ചായി. അണ്ണന് പോത്തൊരു വിഷമമുണ്ടെന്നറിയാം. അണ്ണന് പറ. താങ്ക് യു സിയോൺ, താങ്ക് യു ബഗ്മാൻ, താങ്ക് യു സ്കൈ. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ഹോസ്റ്റിംഗ് അസ്. താങ്ക് യു സോ മച്ച്. ഇത്ര നാൾ കളിക്കാനൊരു ചാൻസ് തന്നതിനൊരു, അല്ല ഇവിടെ നമ്മളൊക്കെ ഒരു സെർവറിലായിരുന്ന സമയത്ത് കളിക്കാൻ ഒരു ഇത് തന്നതിന് ഒരുപാട് താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും VTV സൈനിങ് ഓഫ് ഫ്രം സിയോൺ ഗൈസ്. ബൈ. തരാം. ഇത് ഇന്നിപ്പോൾ ഇവിടെ ഇത്രയും ഈസി ആയിട്ട് എൻഡ് ചെയ്തത് ഞങ്ങളുടെ ഒരു കുറേ നാളത്തെ കഷ്ടപ്പാടാണ്.